അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരാണ്. നമുക്ക് ചുറ്റിലും തന്നെ ഒരുപാട് ആളുകൾ നാം കാണുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അവർക്ക് അവരുടെ പ്രയാസത്തിന് ഒരു ഉത്തരം കാണുന്നില്ല എന്നത്തെ ഒരവസ്ഥ. എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ നിൽക്കുന്ന നിമിഷങ്ങൾ. അത്തരം സമയങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് സാഹചര്യത്തിലായാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു സത്യമാണ്. കാരണം നമ്മൾ എന്ത് ബുദ്ധിമുട്ടിലായാലും എല്ലാ വഴികളും അടഞ്ഞാലും അത് തുറക്കാനുള്ള ഒരു ശക്തി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. നമുക്ക് എന്ത് ഇടങ്ങേറും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾക്കെല്ലാം മറികടക്കാൻ ഒരു വഴി അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മൾ കുഴങ്ങുന്ന സമയങ്ങളിൽ, നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ദിക്ർ നമുക്ക് ഒരു അനുഗ്രഹമാകുന്നതാണ്. ഏതാണ് ആ ദിക്ർ? യാ ഫത്താഹ് യാ അലീം, യാ ഫത്താഹ് യാ അലീം എന്ന ഈ ഒരു ദിക്ർ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട നാമങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയുന്നത്, എല്ലാവരും ഈ ഒരു ദിക്റിനെ മുറുകെ പിടിക്കുക. എന്ത് പ്രയാസഘട്ടത്തിലായാലും എന്ത് വിഷമിക്കുന്ന അവസരങ്ങളിലായാലും ഈ ഒരു ദിക്ർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്കൊക്കെ ഒരുപാട് കടങ്ങൾ ഉള്ളവരായിരിക്കും, അല്ലേ? എത്രയൊക്കെ അധ്വാനിച്ചിട്ടും അതൊന്നും വീടാൻ പറ്റാത്ത അവസ്ഥ. എന്ന് നമ്മൾ ഈ ഒരു ദിക്റിനെ ഇന്ന് മുതൽ ചൊല്ലി നോക്കുക. നിങ്ങൾ ആ ഒരു കടങ്ങളായിക്കോട്ടെ, എന്ത് പ്രയാസമായിക്കോട്ടെ, അതെല്ലാം നീങ്ങിപ്പോകാനുള്ളൊരു വഴി പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നതാണ്. യാ ഫത്താഹ് യാ അലീം. നമുക്കറിയാത്തതെല്ലാം അള്ളാഹുവിനറിയാം. നമുക്ക് കാണാൻ കഴിയാത്ത വഴികളും അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങൾക്ക് നമ്മളൊരു ഉത്തരം കാത്തിരിക്കുകയാണെങ്കിൽ, ഒന്നും ശരിയാകില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളാണെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈ ഒരു ദിക്റിനെ നമ്മൾ ചൊല്ലി നോക്കുക. യാ ഫത്താഹ് യാ അലീം, യാ ഫത്താഹ് യാ അലീം. ഈ ഒരു ദിക്ർ ദിവസവും 100 എണ്ണം വീതം ചൊല്ലുക. ഈ ഒരു ദിക്ർ ഒരു മന്ത്രമല്ല, പക്ഷെ അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങൾ വിളിച്ച് അവനോട് സഹായം ചോദിക്കുന്ന ഒരു ദുആ കൂടിയാണ്. ചിലപ്പോൾ ഉത്തരം നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ വരണമെന്നില്ല, പക്ഷെ അള്ളാഹു തുറക്കുന്ന വഴി നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതിനാൽ വഴി അടഞ്ഞു പോയെന്ന് തോന്നുമ്പോൾ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. യാ ഫത്താഹ് യാ അലീം ഈ ഒരു ദിക്ർ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലി നോക്കുക. നമ്മുടെ പ്രയാസങ്ങളെല്ലാം തന്നെ അല്ലാഹു തആല നീക്കുന്നതാണ്. ഈ ഒരു അറിവിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.